എവിടെ കൂടെ വേണമെങ്കിലും ഓടാം. 2 വഴിയേ ഉള്ളൂ, ഇടിഞ്ഞ വഴിയും വിശാല വഴി. വിശാല വഴിയിൽ ആരും നിയന്ത്രിക്കാൻ വരില്ല. നമ്മുടെ ഇഷ്ടം പോലെ ഓടാം. സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് എല്ലാം ഓടാം. ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് കർത്താവ്, വിശ്വാസമുണ്ടോ എന്നല്ല. കാരണം ഏറ്റവും വലിയ വിശ്വാസി നാം ആരാണെന്നും നമ്മെ എന്തിനായിട്ടാണ് വിളിച്ചതെന്നും നാം ഒരിക്കലും മറക്കരുത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കർത്തൃ ദിവസത്തിൽ നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിപ്പാൻ, ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ അനുവാദത്തെ ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. അതിനായിട്ട് എന്നെ ക്ഷണിച്ച പാസ്റ്ററുകളോടും ഇതിൻ്റെ ചുമതലപ്പെട്ട ഭാരവാഹികളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. വചന കേൾവിക്കായിട്ട് നമ്മുടെ ഹൃദയം ഒരുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ചോദിക്കാം, എന്താണ് ഈ ഹൃദയം? ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും അല്ലേ? പറഞ്ഞു പോകുമ്പോൾ എന്താണെന്ന് അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. ഹൃദയം എന്നതിന് വേദപുസ്തകം പറയുന്ന മറ്റൊരു വാക്കാണ് മനസ്സാക്ഷി. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. ജഡീകശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച് ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. പഴയ നിയമത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയൊക്കെ രക്തം ജഡീക ശുദ്ധി വരുത്തിയിരുന്നു. എന്നാൽ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം അത് ജഡശുദ്ധീകരണമല്ല, മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്ന. അപ്പോൾ മനസ്സാക്ഷിക്കകത്ത് ഇരിക്കാൻ പാടില്ലാത്തതിരുന്നാൽ വചനകത്തോട്ട് കയറത്തില്ല. ചില സ്ഥലങ്ങളിൽ ഞായറാഴ്ച വൈകുന്നേരമുള്ള ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന വ്യക്തി പറയും, കർത്താവേ, ഒഴിഞ്ഞ പാത്രമായി വന്ന് കർത്താവേ, നിറഞ്ഞ പാത്രമായി അയക്കണമേ. ഞായറാഴ്ച രാവിലെ 2 മണിക്കൂർ അടിച്ച് ഫില്ല് ചെയ്തതാണ്. വൈകുന്നേരം ആയപ്പോൾ തന്നെ പാത്രം ഒഴിഞ്ഞു. ആ ഗതിയിലാണ് ഇനി ശനിയാഴ്ച ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇത് പാത്രത്തിൻ്റെ കുഴപ്പമാണോ, ഫില്ല് ചെയ്ത ദൈവത്തിൻ്റെ കുഴപ്പമാണോ? അപ്പോൾ ഈ ഹൃദയം എന്ന് പറയുന്നത് വളരെ ഗൗരവമായി സൂക്ഷിക്കേണ്ടതാണ്. മനസ്സാക്ഷി ശരിയല്ലെങ്കിൽ വിശ്വാസ കപ്പൽ തകരും. 1 തിമോത്തിയോസ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ പറയാനായിട്ട് തോന്നുന്നു. 1 തിമോത്തിയോസ് 1:18-19. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. അടുത്ത് ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. 2 പേരുടെ പേരവിടെ എടുത്തു പറയാണ്. ഹുമനിയോസും അലക്സാന്ദ്രിയയും ഇക്കൂട്ടത്തിലുള്ളവരാകുന്നു. വിശ്വാസക്കപ്പൽ ഉല്ലാസക്കപ്പലല്ല, ഇത് യുദ്ധക്കപ്പലാണ്. ക്രിസ്തീയ ജീവിതം യുദ്ധമാണ്, പോരാട്ടമാണ്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ,
നല്ല മനസ്സാക്ഷി വേണം. ക്ലിയർ ആയിരിക്കണം മനസ്സാക്ഷി, നിർമ്മല മനസ്സാക്ഷി. അപ്പോൾ ഹൃദയം ഒരുക്കുന്നത് കർത്താവാണ്. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവരാണ് ദൈവത്തെ കാണുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ. അപ്പോൾ വചന കേൾവിക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കേൾക്കുന്നത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം ഈ ദുഷ്കാലത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ നമ്മെ പ്രാപ്തരാക്കേണ്ടതിനായി നമ്മെ തന്നെ വിനയപ്പെടുത്താം. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിയിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ. വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുകേ. സന്തോഷം സാദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. സ്വർഗീയപിതാവേ, സ്വന്തം പുത്രൻ്റെ ജീവനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹമേ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഞങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് അങ്ങ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു പിതാവേ. ഒരു പുതിയ വർഷത്തിൻ്റെ 4-ാം മാസത്തിൻ്റെ അവസാനത്തെ 10 ദിവസം ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ ദേശം എത്രമാത്രം ഭീകരമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഒരിടത്തും സ്വസ്ഥതയില്ല, സമാധാനമില്ല. യുദ്ധ ഭീഷണിയുടെ നിഴലിൽ ഞങ്ങളുടെ രാജ്യമായിരിക്കുന്നു. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, മയക്കുമരുന്നിൻ്റെ വ്യാപകമായ വർധനവ് ഇത്രയൊക്കെ ഞങ്ങളുടെ പട്ടണത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോലും അയക്കുവാൻ കഴിയാൻ ഭയപ്പെടുന്ന തരത്തിൽ കലാലയങ്ങളും എല്ലാം മാറിപ്പോയി പിതാവേ. അന്ത്യകാലം, ദുർഘട സമയം ബന്ധുമെന്നറിയുക എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഈ ദുഷ്കാലത്തിൽ ആത്മനിറവോടുകൂടെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിപ്പാൻ ഒരിക്കൽ കൂടെ ഞങ്ങളെ വിനയപ്പെടുത്തുകയാണ്. ആത്മീക ആഹാരം കഴിക്കുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. മെച്ചമായ ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ അകമനുഷ്യനും ഒരുപോലെ പുഷ്ടിപ്പെടത്തക്കവണ്ണം പിതാവേ, അവിടുന്ന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിശാചിൻ്റെ പ്രവൃത്തികൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം. ഈ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നന്ദി പിതാവേ. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ലക്ഷ്യം മാറിപ്പോകാതെ ജീവിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ വചനത്തിൻ്റെ പ്രകാശനം നൽകി ഞങ്ങളുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് വിനയത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ ആരും പറയാറില്ലല്ലേ? ആമേൻ.
ഞാൻ വിചാരിച്ചു ഈ പാരമ്പര്യമുള്ള സഭകളിലാണ് ആമയും പറയാത്തതെന്ന്. അവിടെ എല്ലാത്തിനും ഒരാളിനെ കൂലിക്ക് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും, അങ്ങനെ തന്നെ ആമയും പറയും, അങ്ങനെ തന്നെ ആശ്രമം പറയും. ജനത്തിനും 4-5 ഡ്യൂട്ടിയേ ഉള്ളൂ: വന്നോണം, ഇരുന്നോണം, കേട്ടോണം, കൊടുത്തോണം, തിന്നോണം, വയ്ക്കോണം. ഇത്രയും ഓണമാണ് ക്രിസ്ത്യാനിയൊക്കെ ഉള്ളത്. ഇല്ല, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 28 മുതൽ 28-29 വാക്യങ്ങൾ. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ആകയാൽ എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടങ്ങുന്നത്. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ചില വാക്യങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 25-ാം വാക്യം മുതൽ: അരുളു ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളു ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിലോ സ്വർഗത്തിൽ നിന്നും അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, പ്രാപിച്ചില്ല, പ്രാപിക്കാൻ പോകുന്നേ ഉള്ളൂ. ചിലർ വിചാരിക്കുന്ന എല്ലാം പ്രാപിച്ചു കഴിഞ്ഞു, ഇനി വീസ വന്നാൽ മതി. ഇല്ല, ക്രിസ്തീയ ജീവിതം ഫിനിഷിംഗ് പോയിന്റ് വരെ ഗൗരവമായി കാണേണ്ടതാണ്. പലരുടെയും സ്റ്റാർട്ടിങ് ഓക്കെ അടിപൊളിയായിരുന്നു, ഫിനിഷിങ് വന്നപ്പോഴാണ് താളവും എല്ലാം മാറിയത്. വഴിയൊക്കെ ട്രാക്ക് മാറിപ്പോയി. ഗലാത്യ സഭയ്ക്ക് വന്നുപോയ അപകടം എന്തായിരുന്നു? ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ഗലാത്യർ 5:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആരാണ് തടഞ്ഞത്? ഇന്ന് സത്യം വേണ്ട, ഇന്നെല്ലാം കൃപ അല്ലേ? കൃപ മതി യേശുനാഥ അല്ലേ? കൃപ 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 മതിയേ തവ കൃപ മതിയേ. സത്യത്തെ ഞാൻ കളഞ്ഞു, കാരണം നമുക്ക് കൃപ മതി. സാത്താൻ ഇന്ന് വഞ്ചിക്കുകയാണ്. ദൈവം കൃപ കാണിച്ചിരിക്കുന്നത് നാം സത്യം അനുസരിക്കാൻ വേണ്ടിയാ. കൃപായുഗം അവസാനിക്കാൻ പോകുന്നു. സത്യത്തെ അനുസരിച്ചവർ അങ്ങോട്ട് പോകും. ഈ ലോകത്തിൽ ദൈവത്തിന് സകലവും സാധ്യമാണ്. ഞങ്ങളെപ്പോലുള്ള പ്രസംഗിമാർ പറയാറുണ്ട്, ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്ന വാക്കില്ല അല്ലേ? കേട്ടിട്ടില്ലേ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലേ? ഈ ഭൂമിയിൽ ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല. മരിച്ചാൽ കൂടെ തിരിച്ച് ദൈവം ജീവൻ തരും. 1991 എൻ്റെ ഭാര്യ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചു. അന്ന് പുത്തിരിക്കണ്ടത്തിൽ വലിയൊരു യോഗം നടക്കുന്നു. അതിൽ ഞാനും എൻ്റെ വൈഫുമാണ് പാട്ടുകാർ. ഫുൾ ഓർക്കസ്ട്രയാണ്. കോട്ടയത്തു നിന്ന് എറണാകുളത്തു നിന്നെല്ലാമാണ് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ളത്. അവർക്ക് ചായ ഇടാനായിട്ട് ഹീറ്ററിൻ്റെ പ്ലഗ് കൊടുക്കുമ്പോഴാണ് എൻ്റെ വൈഫിന് ഷോക്കേറ്റത്. ഷോക്കേറ്റ് എൻ്റെ വൈഫ് ഉച്ചത്തിൽ അന്യഭാഷ പറഞ്ഞു. അപ്പോൾ ഈ ഫ്രണ്ടിലിരുന്ന നമ്മുടെ കലാകാരമൊക്കെ വിചാരിച്ച് വൈകുന്നേരത്തെ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കുമെന്ന്. പക്ഷെ ആർക്കോ പെട്ടെന്നൊരു ബോധം വന്നു, പ്രാർത്ഥനയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് നിൽക്കത്തില്ലല്ലോ. ചെന്നൊരാൾ ചെന്ന് കിച്ചൺ ഭാഗത്തേക്കൊന്ന് നോക്കി, ഷോക്കേറ്റ് തൂങ്ങി നിൽക്കുക, മരിച്ചു. അവർക്ക് എന്തോ ചെയ്യണമെന്നറിയത്തില്ല. ഒരു 10-80 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ പകലുള്ള ഫയർ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് വിളിച്ചു നോക്കി, ഇതാ അമ്മാമ്മ മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ആദ്യം ഒന്നും മനസ്സിലായില്ല, എങ്കിലും
ആ പ്രായമുള്ള മനുഷ്യൻ പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ എന്തൊക്കെ മനസ്സിലായി. അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, അന്യഭാഷയിലെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഷോക്കിൽ മരിച്ചു നിന്ന് എൻ്റെ ഭാര്യ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ ഭാര്യയാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. 91 മരിച്ചാൽ കൂടെ തിരിച്ചു. ഞാനൊരു 3-4 പ്രാവശ്യം കുഴഞ്ഞു വീണ് പോയതാ. പിന്നെ എൻ്റെ ഭാര്യ ചോദിച്ചു ശുശ്രൂഷ തീർന്നു എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു ശുശ്രൂഷ കുറച്ചുകൂടെ ഉണ്ട്, അതുകൊണ്ട് നിർത്തിയിരിക്കുന്നു. എപ്പോഴും വീഴുമെന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ, ഭൂമിയിൽ ഏതൊരു കാര്യവും ദൈവത്തിന് സാധ്യമാണ്. പക്ഷേ നിത്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ക്വാളിഫൈഡ് ആയിരിക്കണം. കർത്താവിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22-23. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരുശലേമിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിലാണ് ഒരു മനുഷ്യൻ, പേരൊന്നും കൊടുത്തിട്ടില്ല, കൊച്ചു ചോദ്യമാണ്, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ഇതൊന്നൊരു ചോദ്യമല്ലേ? ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും എല്ലാം വിടുതൽ പ്രാപിക്കുകയാണ്. ഇതിനിടയിലൂടെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ ഈ പഠിപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ പ്രശ്നത്തിന് എത്ര പരിഹാരം വരും? യേശു എപ്പോൾ എന്നെ ഒന്ന് തൊടും? യേശു എന്നെ നോക്കി എപ്പോൾ ഒരു വാക്ക് കൽപ്പിക്കും? അല്ല, എനിക്കോ യേശുവിനെ എപ്പോഴൊന്ന് തൊടാൻ പറ്റും? എല്ലാവരും വിടുതൽ പ്രാപിച്ചങ്ങ് പോകുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുക, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? മറുപടി സീരിയസ് ആണ്. എന്താണ്? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലതാനും. ഇംപോസിബിൾ. ഇടുക്കുവാതിലെ കടപ്പാൻ പോരാടുവിൻ, പലരും പോരാടാതെ കടപ്പാൻ നോക്കും. ഇംപോസിബിൾ. ചിലർ വിചാരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഇടുക്കുവാതിലാണെങ്കിൽ കയറാൻ എളുപ്പമെന്നാണ്. നമ്മൾ ഈ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഹാളിൽ ഭക്ഷണത്തിന് പോവും. വലിയ വാതിലായിരിക്കും അവിടെ ഉള്ളത്, പക്ഷെ പകുതിയാണ് തുറക്കുന്നത്. എപ്പോഴും തുറക്കുമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ പിറകെയുള്ള ആൾ നമ്മളെ തള്ളിയിട്ട് നമ്മുടെ പുറത്തോടെ ചവിട്ടിക്കൊണ്ട് പോകും. അത്ര, നാടൻ ഭാഷ പറയും, ആക്രാന്തം ഭക്ഷണം കഴിക്കാൻ. സ്വർഗത്തിൽ ഇടുക്കുവാതിലാണെങ്കിൽ എളുപ്പം. എൻ്റെ ബാക്കിൽ എത്ര പേര് കാണുമെന്നറിയാം. ഞാനങ്ങ് നിന്നാൽ മതി, ബാക്കിയുള്ളവരങ്ങ് തള്ളിക്കയറ്റും. അവിടുത്തെ ഇടുക്കുവാതിൽ ചെക്ക് ചെയ്ത് കയറ്റാനാണ്. ചെക്ക് ചെയ്തേ കയറ്റൂ. ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുമ്പോൾ സ്റ്റോപ്പ്. ഇവിടെ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നിങ്ങളുടെ പേരവിടെ ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. പേരവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ. കാരണം കുഞ്ഞാട്ടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും 21 വെളിപ്പാട് 21:27 കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ വായിക്കാൻ ബ്രദറെ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ അതിൽ കടക്കയില്ല. ആരും അതിൽ കടക്കയില്ലാതിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ വളച്ചു കെട്ടിയേ പറയും, കാരണം ആർക്കും കൊള്ളരുത്. അതുകൊണ്ടൊന്ന് സ്മൂത്തായിട്ട് അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നതായിട്ടാണ് അറിയുന്നത്. വേദോസ്തം അങ്ങനെയല്ല, കടകയില്ല. ഈ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയതെപ്പോഴാണ്? നമ്മളിവിടെ ജനിച്ചപ്പോൾ നമ്മുടെ പേരെവിടെ എഴുതി? ആശുപത്രിയിലെ രജിസ്റ്ററിൽ എഴുതി. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കോർപ്പറേഷനിൽ പോകണം, അല്ലേ? അവിടെ നിന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചപ്പോഴാണ് പേരവിടെ എഴുതിയത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു 2 ജനനം.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം. നമ്മൾ ചിലതെല്ലാം ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ, നമ്മളെല്ലാം അറിയാവുന്നവരാണ്. ജസ്റ്റ് റിമൈൻഡ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതിയതായി ദൈവം ആത്മാവാകുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു അനുഭവമുണ്ട്. നമുക്ക് സുപരിതമായൊരു വാക്യമാണല്ലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12-13. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഡേറ്റ്, ആ ഡേറ്റ് ഓഫ് ബർത്ത് വരും. ആ ഡേറ്റ് വരുമ്പോഴാണ് അവിടെ പേരെഴുതുന്നത്. നിങ്ങൾ ആരെങ്കിലും സ്തോത്ര കാഴ്ച വയ്ക്കുമ്പോൾ ബോൺ അഗെയിൻ ഡേറ്റിന് ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വയ്ക്കുമോ? ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അത് നമ്മൾ ഈ ഭൂമി ജനിച്ചതിനാണ് വയ്ക്കാറുള്ളത് സ്തോത്ര കാഴ്ച. നമ്മൾ വീണ്ടും ജനിച്ചതിൻ്റെ സ്തോത്ര കാഴ്ച വയ്ക്കുമോ? ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ, കാത്തു പ്രാർത്ഥിക്കാറാക്കിതാൻ, ആർത്തു ഘോഷിക്കാറാക്കിതാൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്തനാൾ, വൻക്രിയ എന്നിൽ നടന്നു കർത്തനന്റെ, ഞാനവന്റെ, താൻ വിളിച്ചു ഞാൻ പിൻചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ, അതിനാണ് സ്തോത്ര കാഴ്ച വയ്ക്കേണ്ടത്. കർത്താവ് എന്നെ ജനിപ്പിച്ചു, പാപിയായിരുന്ന എന്നെ നീതിമാനാക്കി. ഹല്ലേലൂയ. നീതിമാനാക്കി. മനുഷ്യനെ നീതിമാനാകാൻ പറ്റുമോ? നമ്മുടെ അവസാനത്തെ കച്ചി തരുമ്പോൾ അതാണ്, നീതിമാൻ ഒരുത്തം പോലും ഇല്ല. നീതിമാൻ ഒരുത്തം പോലും ഇല്ല. പക്ഷേ വേദോസം പറയുന്നു നീതിമാനാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്. അത് വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇബ്രായർക്കിയ ലേഖനം 10-ാം അധ്യായം 37 മുതൽ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. എന്താണ് ആശിക്കുന്നത്? വരുവാനുള്ളവൻ വരും. എന്താണ് അതിൻ്റെ ഉറപ്പ്? നിശ്ചയം താമസിക്കുകയില്ല. നമ്മുടെ വിശ്വാസം ഉറപ്പും ഇല്ല, നിശ്ചയവും ഇല്ല. എല്ലാം ഒരു വിശ്വാസമല്ലേ? എല്ലാം ഒരു വിശ്വാസമല്ലേ? ആര് കണ്ടു? ക്രിസ്തീയ വിശ്വാസം ഉറപ്പുള്ളതാണ്, നിശ്ചയമുള്ളതാണ്. ആ ഉറപ്പും നിശ്ചയവും നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യം. ഞങ്ങളെ വായിക്കാൻ പറയാം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, പിതാവായ ദൈവമല്ലോ. അവിടുന്ന് അവൻ നമ്മെ മുദ്രയിട്ട് ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന അഡ്വാൻസ് ഹൃദയത്തിലാണ് തരുന്നത്. അപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇരിക്കണമെങ്കിൽ ഹൃദയത്തിൽ ബാക്കി വേറെ ഒന്നും ഇരിക്കാൻ പാടില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതിൻ്റെ പേരാണ് നിർജീവ പ്രവർത്തികൾ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, മാനസാന്തരം നിർജീവ പ്രവർത്തികൾ എന്നുള്ള മാനസാന്തരമാണ്. എബ്രായർക്കിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ഫസ്റ്റ് സ്റ്റെപ്പാണ്. മാനസാന്തരം
യേശു കർത്താവ് പ്രസംഗിക്കുന്നതിന് മുമ്പേ സ്നാപകയോഹന്നാൻ പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് ഈ കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ? സംസാരിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ലൂക്കോസ് 16:16, ലൂക്കോസ് 16:16, ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപക യോഹന്നാൻ വരെയായിരുന്നു. ആ കാലം തികഞ്ഞു. അടുത്ത്, അന്ന് മുതൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷിച്ചു വരുന്നു എല്ലാവരും. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന കാലമാണ്. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം കഴിഞ്ഞു. അവിടെയൊക്കെയാണ് ഇന്നത്തെ പല പാട്ടുകൾക്കും എനിക്ക് യോജിക്കാൻ കഴിയാത്തത്. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടി, തലമുറ തലമുറയായി ദൈവമാണ്. അത് ഇസ്രായേലിനാണ് തലമുറ തലമുറ, നമ്മൾക്ക് തലമുറയൊന്നുമില്ല. ദൈവം ആരുടെയും ഗ്രാൻഡ് ഫാദർ അല്ല. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് ഓരോ വ്യക്തിക്കും. എൻ്റെ അപ്പൻ CSL അച്ഛനായിരുന്നു. അതെനിക്ക് ക്രെഡിറ്റ് പറയാനൊന്നുമില്ല. പൗലോസിന് അത് ക്രെഡിറ്റ് പറയാനുണ്ടായിരുന്നു. 8-ാം നാളിൽ പരിച്ഛേദനേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ, എബ്രായരിൽ നിന്ന് എബ്രായൻ. അറിയാമോ വാക്യം? ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. പ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഇതൊക്കെ പാരമ്പര്യം പറയാനുള്ളതാണ്. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ ഇതെല്ലാം ചപ്പും ചവറും എന്നു. തലമുറയൊക്കെ അങ്ങ് മാറി. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങൾ. അവിടെ തലമുറയില്ല. എൻ്റെ മക്കൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, അപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. കാരണം അവർ ദൈവത്തിൻ്റെ മക്കളായി. ഞാൻ ഒരിത് പറയും, ഈ അപ്പൻ എപ്പോഴും ഇല്ലാതെ ഈ ലോകം വിട്ടു പോകും, പക്ഷെ മാറാത്തൊരു സ്വർഗീയ പിതാവുണ്ട്. ആ പിതാവിൻ്റെ മക്കളായി നിങ്ങൾ തീർന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണം. ഇസ്രായേൽ ജനവും അതാണ് ഈ സങ്കീർത്തനവും ഇതെല്ലാം കൂടെ കിടന്ന് കുഴയുമ്പോൾ ആളുകൾ ആകെ കൺഫ്യൂഷനാണ്. ഏതാണ് പഴയ ഉടമ്പടി, ഏതാണ് പുതിയ ഉടമ്പടി, നാം ആരാണ്? പഴയ നിയമത്തിൽ ദേവാലയമുണ്ട്, പള്ളികളുണ്ട്. പുതിയ നിയമത്തിൽ ദേവാലയം പള്ളിയും ഇല്ല. പുതിയ നിയമത്തിൽ സഭ മാത്രമേ ഉള്ളൂ. കർത്താവ് വരുന്നത് താൻ പണിയുന്ന സഭയെ കൊണ്ടുപോകാനാണ്. നമ്മുടെ സഭയൊന്നും കർത്താവ് കൊണ്ടുപോകില്ല, അങ്ങനെ ആരും പേടിക്കരുത്. കർത്താവ് പണിയുന്ന സഭയെ താൻ കൊണ്ടുപോകും. മത്തായി 16:18, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നമ്മൾ സാറിനെ കേട്ടുള്ളത് പത്രോസേ നീ പാറയാകുന്നു അല്ലേ? പത്രോസ് പറയുന്നല്ല യേശു പറഞ്ഞത്. നീ പത്രോസ് തന്നെ, പക്ഷെ നീ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് തൊട്ട് മുമ്പേ. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, പിളർക്കപ്പെട്ട പാറ, ശാശ്വത പാറ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ അതിനെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അനുഗമിച്ച പാറയിൽ നിന്നല്ലോ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും. 45 വയസ്സേ എനിക്കായിട്ടുള്ളൂ. 45 വയസ്സ് എന്ന് വെച്ചാൽ ബോൺ അഗൈൻ ബർത്ത്ഡേ അനുസരിച്ച്. അപ്പോൾ ഈ 45 വർഷത്തെ വേദപഠനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ചതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പറയാനിവിടെ സമയമില്ല. അതിലൊരു കാര്യമാണ്, കർത്താവ് പണിയുന്ന വ്യക്തി ജീവിതങ്ങളെയാണ് കർത്താവ് വരുമ്പോൾ കൊണ്ടുപോകുന്നത്.
തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും തൻ്റെ ജീവനാലും നമ്മെ ദിനംതോറും അവൻ പണിയുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിശ്ചയമായി പോവും. ഞാൻ എൻ്റെ ശുശ്രൂഷ ഒരു 10-20-25 വർഷക്കാലമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് ഞാൻ പാടുന്നത് നിർത്തി. ഏത് പാട്ടെന്നറിയാമോ? തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്കെല്ലാം അറിയാം, പ്രസംഗിക്കാനറിയാം, പാടാനറിയാം, പ്രാർത്ഥിക്കാനറിയാം, പണിയൊക്കെ തീർന്നു. അതുകൊണ്ട് ഏകദേശം 1 വർഷം വരെ ഞാൻ ഈ പാട്ട് പാടില്ലായിരുന്നു. കർത്താവ് പറഞ്ഞ് നിൻ്റെ പണി തീർന്നിട്ടില്ല, നിന്നെ ഇനിയും എനിക്ക് പണിയാനുണ്ട്. പ്രസംഗിക്കുന്നതും പാടുന്നതും മാത്രമല്ല, പേഴ്സണൽ ലൈഫിലെ പണി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുശ്രൂഷയിലെ വിജയം ഒരിക്കലും പേഴ്സണൽ ലൈഫിലെ വിജയമല്ല. ശുശ്രൂഷ ദൈവത്തിൻ്റെ ദാനമാണ്, അത് ദൈവം തന്നതാണ്. സ്വർഗത്തിൽ പോകുന്നത് ശുശ്രൂഷ ചെയ്തതുകൊണ്ടല്ല. ഒരുപാട് പേര് ശുശ്രൂഷ ചെയ്തവർ അന്ന് വന്ന് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗശാന്തി നടത്തി, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. കർത്താവ് പറയും, എനിക്ക് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തീർത്ത് പറയും. അപ്പൊ കർത്താവ് എന്നെ ഡെയിലി പണിയുന്നുണ്ടെങ്കിൽ ആശ്വാസമാണ്. അവിടുത്തെ വചനത്താൽ എന്നെ പണിയുന്നതിനായി സ്തോത്രം, അവിടുത്തെ ആത്മാവിനാൽ എന്നെ പണിയുന്നതിനായി സ്തോത്രം, അവിടുത്തെ ജീവനാൽ എന്നെ പണിയുന്നതിനായി സ്തോത്രം. അതിന് സ്തോത്രം പറയണം. ദൈവം നടത്തിയതിന് സ്തോത്രം മാത്രം പറഞ്ഞാൽ പോരാ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതിന് സ്തോത്രം പറയണം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും നടത്തുന്നു. ഇപ്പോൾ ജമ്മുവിലുണ്ടായ ഭീകരാക്രമണത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെല്ലാം പറയില്ലേ, ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടാണ് ഞാൻ വിടുവിക്കപ്പെട്ടത്. ഒരു ക്രിസ്ത്യാനി എടുത്ത് കലിമ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞില്ല, ഉടനെ തീർന്നു. അതിൻ്റെ പേരാർക്കെങ്കിലും അറിയാമോ? നമ്മൾ വേദോസം മാത്രമേ വായിക്കാറുള്ളൂ അല്ലേ? ടി വി ഒന്നും കാണാറില്ലല്ലേ? അതോ സീരിയൽ മാത്രമേ കാണുമോ? ആരോ പറഞ്ഞു, നഥനയേൽ. ശ്രദ്ധിക്കണം, ലോകം വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. ക്രിസ്തീയ കുടുംബങ്ങളിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു. ക്രിസ്തീയ കുടുംബങ്ങളിലുള്ളവരാണ് ഇപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും ധൈര്യമായിട്ട് നടത്തുന്നത്. കൊല്ലത്ത് നിന്ന് കഴിഞ്ഞ ആഴ്ച ഒരു സുവിശേഷകയെ പിടിച്ചു. UK കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിച്ച സുവിശേഷക മോളി വർഗീസ്. ഭർത്താവ് നേരത്തെ ജയിലിലുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ആരും ഇഷ്ടപ്പെടുമല്ലേ? നാം ആരാണെന്നും നമ്മെ എന്തിനായിട്ടാണ് വിളിച്ചതെന്നും നാം ഒരിക്കലും മറക്കരുത്. മറന്നു പോകാൻ സാധ്യതയുണ്ട്. മറ്റു പല കാര്യങ്ങളും നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് നടക്കും. പക്ഷെ ഇത് മാത്രം മറക്കുന്നു എന്നല്ല പത്രോസ് പറയുന്നത്, മനസ്സോടെ മറക്കുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം, 2 പത്രോസ് 3-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ, 3 മുതൽ വായിക്കാം. അവൻ്റെ പ്രത്യക്ഷതര വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്നു വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തെ കാത്തുമിരിക്കും എന്നുള്ളത് മനസ്സോടെ മറന്നുകളയും. അതൊന്നും വിചാരിച്ചവിടെ ജീവിക്കാൻ പറ്റൂല എന്നേ. കർത്താവ് വരുമെന്നൊക്കെ വിചാരിച്ചോണ്ട് ജീവിക്കാൻ അവിടെ പറ്റുമോ? പിന്നെ പാടുമ്പോഴങ്ങ് പാടും. എന്താണ്? പാരദേശികൾ നാം
ചിലർക്ക് മനസ്സിലായി. ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതി ഉണ്ടോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഉഗ്രം പാരകളും കൊണ്ടാണ് നടക്കുന്നത്. മനസ്സോടെ മറന്നു നടക്കുന്ന ദൈവഭയമില്ലാത്ത ഒരു തലമുറയുടെ നടുവിൽ നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായിരിക്കണം. ഒന്നാമത് എന്തിനാണ് നന്ദി? അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചതിനായി സ്തോത്രം. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ പാട്ടായിട്ട് പാടാറുണ്ട്. അത് ചർച്ചിൽ പാടില്ല, കുടുംബ പ്രാർത്ഥനയ്ക്കും പാടില്ല. എവിടെയാണ് പാടുന്നതെന്ന് ഞാൻ പാടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ. ബാക്കി പേടിക്കണ്ടെന്നേ, ആരും മരിക്കില്ല. പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും. ഇരുന്ന് പാടുന്ന എവിടെയാണ്? സമയമാം. ഞാനാണല്ല, പെട്ടി പോണ ആളല്ല. നമ്മൾ വിചാരിക്കണം ഈ പെട്ടി പോണ ആളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അയാൾ പോയി തീർന്ന്, ഇനി അടുത്ത് ഞാൻ പോകുന്നു എന്നാണ്. എൻ സ്വദേശം. ചിലർ തനിയാണ് ഇപ്പോഴും പോണത്. അതിനിപ്പോൾ എന്തു ചെയ്യാൻ? അത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള സിനിമയിൽ സത്യം പാടിയതാണ്, ഞാൻ തനിയേ പോകുന്നു. നാഗൽ സാഹിബ് അത് എഴുതിയപ്പോൾ പാടിയത് ബന്ധപ്പെട്ട് ഓടുന്നു, ഞാൻ ബന്ധപ്പെട്ട് ഓടുകയാണ്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്നു. വിട്ടു ഓടേണ്ടത് വിട്ടു ഓടണം. ആ കാഴ്ചപ്പാടൊക്കെ വരണം. ഇന്ന് വിട്ട് ഓടേണ്ടതൊന്നും വിട്ടില്ലെങ്കിലും ഓട്ടം നടക്കണുണ്ടല്ലോ. പണ്ടത്തെ ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതി, വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ കൊണ്ടോടിടുവിൻ. നമ്മൾ കൊണ്ടോടുന്നേ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. നിന്നതല്ല ഞാൻ. കാരണം വിടേണ്ടൊന്നും വിട്ടിട്ടില്ല, ഭാരം കൊണ്ടങ്ങനെ ഓടുകയാണ് അല്ലേ? ദൈവം ഓട്ടിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഓടിയിട്ട് ഒടുവിൽ വേറെ സ്ഥലത്ത് നിന്ന് വീഴരുത്. എവിടെ കൂടെ വേണമെങ്കിലും ഓടാം. 2 വഴിയേ ഉള്ളൂ, ഇടിഞ്ഞ വഴിയും വിശാല വഴിയും. വിശാല വഴിയിൽ ആരും നിയന്ത്രിക്കാൻ വരില്ല. നമ്മുടെ ഇഷ്ടം പോലെ ഓടാം, സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞെല്ലാം ഓടാം വിശാല വഴിയിൽ. ഇടിഞ്ഞ വഴിയിൽ ഓടുക എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ട്. പക്ഷെ ഒറ്റയ്ക്കല്ല, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട്. അത് പക്ഷെ ഞെരുക്കമുള്ളതാണ്. കൂട്ടുകാർ ചുരുക്കം അല്ലേ? പണ്ടത്തെ പാട്ടാണല്ലേ, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ. കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, ഇതല്ലോ മോക്ഷ വഴി. കഷ്ടതകൾ തീർക്കുവാൻ, ഭക്തന്മാരെ ചേർക്കുവാൻ പെട്ടെന്നേശു വന്നിടുമേ. അപ്പോൾ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദി പറയേണ്ടത് അതിനായിട്ടാണ്. കൊലോസ്യർ 1-ാം അധ്യായം 12-ാം വാക്യം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കുവെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു, അവിടുന്ന് എന്നെ വിടുവിച്ചു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ വിടുവിച്ചങ്ങ് വിട്ടില്ല, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഹല്ലേലൂയ. പുത്രന്റെ രാജ്യം, ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യത്തിൻ്റെ ഡെഫിനിഷൻ? ദൈവരാജ്യം റോമർ 14:17,
ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അപ്പോൾ സാത്താൻ്റെ രാജ്യമുണ്ടോ? മത്തായി സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യം. മത്തായി 12:25. ഒരു രാജ്യം തന്നെ ചിത്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഒരു ഭവനമോ തന്നെ ചിത്രിച്ചുവെങ്കിൽ നിലനിൽക്കയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നെ ചിത്രിച്ചുവല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? സാത്താൻ്റെ രാജ്യം. ഇപ്പൊ ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അപ്പൊ സാത്താൻ്റെ രാജ്യമോ? ഭക്ഷണവും പാനീയമാണ് അവിടെ മെയിൻ അജണ്ട. അനീതി, അസമാധാനം, അശുദ്ധാത്മാവിൽ സന്തോഷം. ഇതല്ലേ നമ്മുടെ ചുറ്റും കാണുന്നത്. എത്ര തട്ടുകട കുറഞ്ഞിട്ടും ഒന്നും നഷ്ടത്തിലോടണമെന്ന് തോന്നുന്നില്ല. തിന്നുക, കുടിക്കുക. എന്നെ ഒരാൾ ഒരു മീറ്റിങ്ങിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, മീറ്റിംഗ് വിത്തൗട്ട് ഈറ്റിംഗ് ഈസ് ചീറ്റിംഗ്. മീറ്റിംഗ് ഉണ്ടായിരുന്നാൽ അതിൻ്റെ കൂടെ ഈറ്റിങ്ങും കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് ആളുകളെ ചീറ്റ് ചെയ്യുന്നതാവും. കഴിഞ്ഞ ദിവസം കൺവെൻഷന് പോയ സ്ഥലത്ത് അവിടുത്തെ ശുശ്രൂഷ എൻ്റെ അടുത്ത് പറയണം, സാറേ, ഇത്രയും ആൾ വന്നു എങ്ങനെയാണെന്ന് അറിയാമോ? അവസാനം എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരിക്കുമെന്ന് വീടുകൾ തോറും കറി പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും പേര് വന്നത്. എങ്ങനെയെങ്കിലും വരട്ടെന്നാണ് ആളുകൾ. വണ്ടിക്കൂലിയെങ്കിലും കൊടുക്കാം. മനസ്സിലായത്? എല്ലായിടും ഭാഷണം. കർത്താവ് വരുന്നതിന് മുമ്പ് 3 കെണികളിൽ മനുഷ്യൻ വീഴുമെന്ന് കർത്താവ് പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 34-ാമത്തെ വാക്യം. ലൂക്കോസ് 21:34. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും അമിത ഭക്ഷണം. ജീവിക്കാൻ വേണ്ടിയല്ല തിന്നുന്നത്, തിന്നാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. അമിത ഭക്ഷണം. അടുത്ത് മദ്യപാനം. അന്ന് മദ്യപാനം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നായിരുന്നെങ്കിൽ MDM ഒന്നും കൂടെ എഴുതി വയ്ക്കുമായിരുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കും. ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഇപ്പൊ KFC ഉണ്ട്, പിന്നെ AFC ഉണ്ട്, അല്ലേ? തിരുവനന്തപുരത്ത് ഇപ്പോൾ അമേരിക്കൻ ഫുഡും കിട്ടുമല്ലോ. മോൻ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്നു. മോന് അമ്മ അമേരിക്കയിലിരുന്ന് ഫുഡ് ഓർഡർ ചെയ്യും. എന്തെല്ലാം സംവിധാനം അല്ലേ? സ്വിഗ്ഗിയിൽ. ഇപ്പോൾ വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, എല്ലാം സ്വിഗ്ഗിയിൽ സുഖമായിട്ട് വരും. മൊബൈൽ ഫോൺ മതി ജീവിക്കാൻ. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലും ഗൂഗിൾ പേ സംവിധാനം തുടങ്ങി. അപ്പോൾ ഇനി അധികം താമസിയാതെ പൈസ പോവും. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിവൃത്തിയാവണ്ടേ? വെളിപ്പാട് പുസ്തകത്തിൽ നേരത്തെ എഴുതിച്ചിരിക്കുക, സംഖ്യയില്ലാത്തവന് വാങ്ങാനോ വിൽക്കുവാനോ ഒന്നും കഴിയാതെ വകയാക്കും. അത് ചെറിയവനും വലിയവനും എല്ലാവർക്കും വരുമെന്ന്. 2000 വർഷം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനുള്ള ഭാഗ്യം തന്നു. എല്ലാം ഡിജിറ്റൽ. ഇപ്പം മൊബൈലാണ് എല്ലാവർക്കും പ്രധാനം. അതിൽ പള്ളിയിൽ പോലും വരുമ്പം ബൈബിള് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ഫാഷനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ പറയും മൊബൈലിലുണ്ടല്ലോ. മൊബൈലിലുണ്ട്. മൊബൈലിൽ ബൈബിൾ മാത്രമല്ല ഉള്ളത്, വേറെ പലതും ഉണ്ട്. ഞാൻ വയനാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് ഒരു മോൻ ന്യൂ ജൻ സാം 23 വായിച്ച് കേൾപ്പിച്ചു. ഞാനൊന്ന് ജസ്റ്റ് വായിച്ചോട്ടെ. പെട്ടെന്ന്. മൊബൈൽ ഫോൺ എൻ്റെ ഇടയനാകുന്നു, എൻ്റെ സംസാരത്തിന് മുട്ടുണ്ടാകുകയില്ല. അത് പച്ചയായ ചിത്രങ്ങൾ ഉടനെ എടുക്കുവാൻ സഹായിക്കുന്നു. സ്വസ്ഥതയുള്ള വചനം ശ്രവിക്കുന്ന സദസ്സിൽ അസ്വസ്ഥതയുള്ള ശബ്ദം പുറപ്പെടുവിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധയെ അത് നശിപ്പിക്കുന്നു. എൻ്റെ പണത്തെ അത് കാർന്ന് തിന്നുകളയുന്നു. അതിൻ്റെ റിംഗ് ടോൺ നിമിത്തം എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു.
കൂരിരുൾ താഴ്വരി കൂടി നടന്നാലും ഞാൻ ഒരുവനെയും ഭയപ്പെടുന്നില്ല, കാരണം മൊബൈൽ എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നുവല്ലോ. അതിൻ്റെ പുതിയ ഓഫറുകളും മെമ്മറി കാർഡുകളും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ അപകടത്തിൽ കിടക്കുന്ന രംഗം പകർത്തിയെടുത്ത് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ മിസ്കാൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ മാനസം ചില നമ്പറുകളാൽ നിറഞ്ഞു കവിയുന്നു. അതിൻ്റെ റേഞ്ചും ചാർജറും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാനോ മൊബൈൽ റേഞ്ചിൻ്റെ പരിധിയിൽ ദീർഘകാലം വസിക്കും. ഇത് മതി, ഇപ്പോൾ മൊബൈൽ മതി. കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു സഹോദരിയുടെ കംപ്ലൈൻറ്റ്, എൻ്റെ ഭർത്താവ് മൊബൈലിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്, ഒരു 2 വയസ്സ് പ്രായം വരും. വൈഫ് എല്ലാം കഴിഞ്ഞ് PhD എടുത്ത ആളാണ്, ഡോക്ടറേറ്റ്. ഭർത്താവ് സംസാരിക്കുന്നില്ല, എപ്പോഴും മൊബൈലിൽ തന്നെ. ഭാര്യയോട് സംസാരിക്കാൻ അതുകൊണ്ട് 2 വീട്ടിലായിരിക്കുകയാണ്. സാറ് പ്രാർത്ഥിക്കണം. എന്തോന്ന് പ്രാർത്ഥിക്കാം? മൊബൈൽ കത്തിപ്പോകാനോ? തമ്മിൽ എല്ലാം. മുകളിലിരിക്കുന്ന മോനെ വിളിക്കുന്നത് മൊബൈലിലാണ്. വോയിസ് മെസ്സേജ്, കാപ്പി റെഡി ആയിട്ടുണ്ട്, ഉച്ചയായാലും വരില്ല. ഒരു വല്ലാത്ത കാലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല കർത്താവ് വരുന്നത്. ഞായറാഴ്ച രാവിലെ ആരാധന നടക്കുമ്പോൾ വന്നാൽ കുറേ പേരൊക്കെ പോവും. ബാക്കി സമയത്ത് എപ്പോഴെങ്കിലും വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് അവരവർ തന്നെ തീരുമാനിക്കണം. കർത്താവ് വരുമോ? ഒരിക്കലൊരു ബിഷപ്പ് പറഞ്ഞത്, ഒന്നാമത് വന്നപ്പോൾ കിട്ടിയത് ഓർമ്മയുണ്ടെങ്കിൽ രണ്ടാമത് സൂക്ഷിച്ചേ വരുള്ളൂ. അന്ന് കൊടുത്തു വിട്ടത് ഇനി ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിക്കും ആരെയൊക്കെ കൊണ്ടുപോകണമെന്ന്. അതിനു മുമ്പ് പോകേണ്ടവർ പോയിരിക്കും. താൻ പണിയുന്നതിനെ താൻ ഇവിടുന്ന് മാറ്റും. ഹല്ലേലൂയ. അപ്പോൾ നന്ദി, ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എബ്രായർ 13 ഒരു വാക്യം കൂടെ ദൈവാത്മാ തരികയാണ്. എബ്രായർ 13, 14, 15, 17, 16. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതിനത്രേ നാം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കണം. കർത്താവേ, ഞങ്ങളിവിടെ പ്രവാസികളാണ്, പരദേശികളാണ്, വളരെ കഷ്ടമാണ്, ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങൾക്ക് വരണം. പക്ഷെ ആ ഒരു കാഴ്ചപ്പാട് തന്നതിനായി സ്തോത്രം. സ്തോത്രം മാത്രം പറഞ്ഞാൽ പോരാ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. സ്തോത്രം പറയുമ്പോൾ ചിലരതങ്ങ് മറന്നുപോകും. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ഈ വക യാഗം ആരാധനയിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. അതാണ് വീണ്ടും ഞാൻ തുടക്കത്തിലെ വാക്യത്തിൽ വരികയാണ്. എന്താണ്? ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ്. ദൈവത്തിന് പ്രസാദം വരുമാറ്. ദൈവം പ്രസാദിക്കണം. ദൈവം അങ്ങ് പ്രസാദിച്ചു കൊള്ളുമെന്ന് വിചാരിക്കരുത്. ശൗല് വിചാരിച്ചു യാഗം നടത്തുമ്പോൾ ദൈവം അങ്ങ് പ്രസാദിക്കുമെന്ന്. ദൈവം യാഗത്തിലല്ല പ്രസാദിക്കുന്നത്. യേശുവും പറഞ്ഞു, യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നതെന്ന് പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം പ്രവചന പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കരുണ. ശൗലിന് പറ്റി എന്താണ്? 1 ശമൂവേൽ 15-ാം അധ്യായം 22, 20 അറിയാവുന്ന വാക്യം തന്നെ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു. യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ കുറേ ആടുമാടുകളെയൊക്കെ താൻ കൊണ്ടുവരികയാണ്. രാത്രിയിൽ ശമൂവേൽ പ്രവാചകന് ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ശൗലിനെ രാജാവാക്കിയതിൽ എനിക്ക് വളരെ വേദനയുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പ്രഭാതത്തിൽ ശൗൽ യാത്ര പുറപ്പെട്ടു. ശമൂവേൽ യാത്ര പുറപ്പെട്ടു. ദൂരെ നിന്ന് ശമൂവേലിനെ കണ്ടു. എൻ്റെ ഭാവനയിൽ ശമൂവേലിനെ കണ്ടപ്പോൾ ശൗൽ രാജാവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ശമൂവേലിന് പ്രൈസ് ദി ലോർഡ് ഒന്നും വരുന്നില്ല തിരിച്ചു പറയാൻ.
സമയം ചോദിച്ചു, എന്താണ് എൻ്റെ ചെവി കേൾക്കുന്ന ശബ്ദം? അത് ദൈവം ഞങ്ങൾക്ക് നൽകിയ വിജയത്തിൽ ജനത്തിന് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് കുറേ അങ്ങ് ജനം കൊണ്ടുവന്നു. ഇനി വായിക്കാം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അനുസരിക്കുന്നത് ആരാധനയെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേസിനേക്കാളും നല്ലത്. അനുസരണം വളരെ ഇമ്പോർട്ടൻ്റ്. ശൗലിന് ദൈവം ക്ഷമിച്ചില്ല. രാജസ്ഥാനത്ത് ദൈവം മാറ്റിക്കളഞ്ഞു. ദൈവമക്കളെ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ നമ്മൾ നയിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുക. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് സുപരിതമായൊരു വാക്യം. റോമർ 12:1-2. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. അപ്പോൾ ബുദ്ധികെട്ട ആരാധനയുണ്ടോ? ബുദ്ധികെട്ട ആരാധനയുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് എഴുതിയിരിക്കുന്നത്. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. പലരും വിചാരിക്കുന്നു ആത്മാവ് ഓക്കെ, ആത്മസന്തോഷമുണ്ട്, ശരീരം എങ്ങനെയും ഉപയോഗിക്കാമെന്നാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയം. ഈ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. നമ്മൾ ഈ കെട്ടിടത്തെ പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി വേർതിരിച്ചു, പ്രതിഷ്ഠിച്ചു. ആഴ്ചയിൽ ഒരുപക്ഷെ 5 ദിവസം അടച്ചിട്ടിരിക്കാതിരിക്കാം, അല്ലേ? വേറെ എന്തെങ്കിലും കാര്യത്തിന് കൊടുത്താൽ നല്ല വാടക കിട്ടൂലേ? പാസ്റ്റർക്ക് ഇത്തിരി ശമ്പളം കൂട്ടിയും കൊടുക്കാം. പക്ഷെ ചെയ്യുമോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇനി അങ്ങോട്ട് ആലോചിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആരും ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ, അല്ലേ? ആരും ഈ ആശയം ഇതുവരെയും പറഞ്ഞില്ല. ഇനിയൊന്ന് നമുക്ക് ചിന്തിക്കാം. ഉള്ളിൽ ദൈവസ്നേഹമുള്ള ഒരാൾക്ക് പൈസ ആയിരിക്കില്ല, ലാഭമല്ല പ്രശ്നം. ദൈവത്തിൻ്റെ മഹത്വമല്ലാത്ത ഒന്നും ഇതിനകത്ത് നടക്കാൻ പാടില്ല. അതുപോലെ എൻ്റെ ഈ ശരീരം കൊണ്ട് ദൈവനാമഹത്വത്തിനല്ലാത്ത ഒന്നും, അതിന് ഞാൻ ഈ ശരീരത്തെ വിട്ടുകൊടുക്കൂല. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആലയം. അതാണ് പുതിയ ഉടമ്പടിയിൽ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളുടെ പള്ളിയിലും വസിക്കും. ആരാധന കഴിയുമ്പോൾ അറിഞ്ഞോ അറിയാതെ പാരമ്പര്യത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണം കർത്താവേ. അപ്പോൾ കർത്താവ് പറയും, ഇല്ല മക്കളെ, ഈ ദുഷ്ടലോകത്തിൽ നിങ്ങൾ അങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ നിങ്ങളിൽ വസിക്കാനാണ് എനിക്കിഷ്ടം. വേണ്ട കർത്താവ്, അങ്ങ് വസിച്ചാൽ അങ്ങേക്കും ടെൻഷനായിരിക്കും, എനിക്കും ടെൻഷനായിരിക്കും. അങ്ങ് പള്ളിയിലിരിക്കുന്നതാണ് അങ്ങേക്കും സേഫ്, എനിക്കും സേഫ്. ഈ ദുഷ്കാലത്തിൽ അവനിൽ വസിക്കണം, ക്രിസ്തുവിൽ വസിക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 26 മുതൽ, 1 യോഹന്നാൻ 2:26 മുതൽ, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓരോരുത്തർക്കും വാഗ്ദത്തം. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്തം എടുത്ത് സഭയുടെ വാഗ്ദത്തമായി പറയും. കർത്താവ് നമുക്ക് ഒരു വാഗ്ദത്തമേ തന്നിട്ടുള്ളൂ, അതിൻ്റെ കൂടെ ബാക്കിയുള്ളതൊക്കെ കർത്താവ് തരും. നിത്യജീവൻ, തൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന യവനും. അതിൻ്റെ ഇടയിൽ ഒരു വാക്കുണ്ട്, അതാണ് ഞാൻ അവിടെ നിർത്തിയത്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിച്ചില്ലെങ്കിൽ നാശത്തിലേക്ക് പോകും, നിത്യദണ്ഡനത്തിലേക്ക് പോകും. ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് സ്നേഹിച്ചതല്ല, നിത്യദണ്ഡനത്തിലേക്ക് പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് കർത്താവ്, വിശ്വാസമുണ്ടോ എന്നല്ല. കാരണം ഏറ്റവും വലിയ വിശ്വാസി
ഏറ്റവും വലിയ വിശ്വാസി, പേടിക്കണ്ട, ഏറ്റവും വലിയ വിശ്വാസി പിശാച്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? യാക്കോബ് 2:19-20. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വിശ്വാസികളെയാണ് കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം കൊണ്ടുപോകേണ്ടത് പിശാചിനെയായിരിക്കും. പിശാചാണ് ഏറ്റവും വലിയ വിശ്വാസി. കർത്താവ് വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്, വിശ്വാസികളെ കൊണ്ടുപോകാനല്ല. ഇന്നത്തെ വിശ്വാസികളെല്ലാം കൂടെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയാൽ ദൈവം എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ? സ്വർഗത്തിൽ ഒന്നാമത് പോലീസ് സ്റ്റേഷൻ, രണ്ടാമത് കോടതി, മൂന്നാമത് ബാർ അറ്റാച്ച്ഡ്. അത് നിർബന്ധമായിട്ടും വേണം. ക്രിസ്മസിനും ഈസ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കുന്നത്. യേശു ക്രിസ്തു കാലി തൊഴുതി ജനിച്ചെങ്കിൽ ഞാൻ ഓടയിലെങ്കിലും കൊടുക്കണ്ടേ? എന്തതിശയമേ ദൈവത്തിന് സ്നേഹം, എത്ര മനോഹരമേ. ഞാൻ മാവേലിക്കര ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ഈസ്റ്ററിന് 40 ദിവസത്തെ നോമ്പാണ്, വെജിറ്റേറിയൻ. പിന്നെ ഇപ്പോഴേ ചെറിയ നത്തോലി കഴിക്കാമെന്ന്. കൂടിയ മീനൊന്നും കഴിക്കണ്ട, ചെറിയ നത്തോലി കഴിക്കും. തലേ ദിവസം, ഈസ്റ്ററിൻ്റെ തലേ ദിവസം എല്ലാം കൂടെ വാങ്ങിച്ച് അടുത്ത ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അതിൻ്റെ കൂടെ കുപ്പി ക്രിസ്ത്യാനിക്ക് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ മോളുടെ അടുത്തൊരു കുട്ടി ചോദിച്ചു, നിൻ്റെ അപ്പം കള്ളു കുടിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു, ഇല്ല. നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനി ആയിരുന്നാൽ കള്ളു കുടിക്കണം, കാരണം യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തു. അപ്പോൾ ഈസ്റ്ററിന് കുടിക്കാൻ ഉള്ള കുപ്പിയെക്കുറിച്ച് ഞാൻ കേട്ടത് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. കുടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ ബോധം വരും. അതുകൊണ്ട് കുടിക്കണതിന് മുമ്പ് വീട്ടുകാരത്തെ പറയണം, 3 ദിവസം എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ നിന്ന് എന്നെ പതുക്കെ വിളിക്കുകയാണ്. ഞാൻ വിചാരിച്ച് കൈവയ്ക്കാനാണോ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കൊച്ചു കാര്യം പറയാനാണെന്ന് മനസ്സിലായി. ഞാൻ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ചോദിച്ചു, എന്താണ് കാര്യം? സാറ് പറഞ്ഞില്ലേ ആ കുപ്പി, അതിൻ്റെ പേര് ജീസസ് ക്രൈസ്റ്റ് എന്നല്ല, റിസറക്ഷൻ. ഇപ്പോൾ കുപ്പി ഉണ്ടേ, സ്തോത്രം. ഇതൊക്കെയാണ് വിശ്വാസ ജീവിതങ്ങൾ. ഇവരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ എന്തായിരിക്കും കർത്താവിൻ്റെ? വിശ്വാസികളെ കൊണ്ടുപോകാനല്ല, വിശുദ്ധന്മാർ. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നോക്കി സൂക്ഷ്മതയോടുകൂടെ. ഹല്ലേലൂയ. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം മുതൽ, എഫേസ്യർ 5:8 മുതൽ, മുൻപ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ആകയാൽ കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി ജീവിക്കണം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. നമ്മളെ വേദപുസ്തകം നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളെന്നാണ്, അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നവരെന്നാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ ലൈറ്റ് കത്തിക്കുന്നതല്ല, സ്വഭാവമായി ബന്ധപ്പെട്ടതാണ്. സകല സൽഗുണങ്ങൾ, അതിനോടൊപ്പം നീതി, സത്യം. അങ്ങനെ കർത്താവിന് പ്രസാദമല്ലാത്തതെല്ലാം വലിച്ചെറിയണം. ഇനി സമയമില്ല. ദൈവം പലർക്കും സമയം കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ പഠിച്ചത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പും വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അതിന് തൊട്ട് മുമ്പേ കൂടെ ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നിട്ട് ദൈവം നോക്കുകയാണ്, മാനസാന്തരപ്പെടുമോ? കർത്താവ് വരാൻ താമസിക്കുന്നത് എന്തിനാണ് അറിയാമല്ലോ അല്ലേ?
എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്? 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണും. വിശ്വാസം എല്ലാവർക്കും ഉണ്ടെന്നേ, പക്ഷേ മനസാക്ഷിയാണ് ക്ലിയർ അല്ലാത്തത്. മനസാക്ഷി ക്ലിയർ അല്ല. യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ, മത്തായി 18:3, എങ്കിൽ സത്യമായിട്ട് പറയും. യേശു സത്യം എന്ന് പറഞ്ഞാൽ 101% സത്യമാണ്. ശിശുക്കളെ പോലെ ആയി വരിക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് വരിക എന്നല്ല. ശിശുക്കൾ വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. പിള്ള മനസ്സിൽ, വലിയവരുടെ മനസ്സിലോ? പിള്ളേരുടെ ചോദിച്ചാൽ മതി, എല്ലാം മണിമണിയായിട്ട് പറയും. പണ്ടൊരു കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. മാതാപിതാക്കളിരുന്ന് വേർക്കും പിള്ള പറയണത് കേൾക്കുമ്പോൾ. പിള്ള മനസ്സിൽ കള്ളമില്ല. പിള്ള ചിരിച്ചാൽ നിഷ്കളങ്കമായ ചിരി അല്ലേ? വലിയൊരു ചിരിച്ചാൽ ആ ചിരി ഒന്ന് എഴുതി വയ്ക്കണേ. തട്ടിപ്പിച്ചിരി, വെട്ടിപ്പിച്ചിരി, പറ്റിപ്പിച്ചിരി, കൊലച്ചിരി, ആക്കിച്ചിരി, പരിഹാസച്ചിരി, അതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഒരാൾ ചിരിച്ചാൽ തിരിച്ച് ചിന്തിച്ചേ ചിരിക്കാൻ പറ്റൂ. കാരണം ഞാൻ ചിരിച്ചത് എന്തിനെന്ന് അവന് മനസ്സിലായില്ല. കുഞ്ഞുങ്ങളെ പോലുള്ളവരെ അങ്ങ് പോവുള്ളൂ. ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവം പാപികളായ നമ്മെ പരിശുദ്ധരാക്കുവാൻ പരിശുദ്ധ വചനം തന്നു, പരിശുദ്ധ രക്തം തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. നാം പരിശുദ്ധരാകുവാൻ ഒരശുദ്ധനും അവിടെ കടക്കൂല. കടക്കൂലെന്ന് പറഞ്ഞാൽ കടക്കൂല തന്നെ. ദൈവമക്കളെ, വക്രതയും കോട്ടമുള്ള ഈ തലമുറ നടുവിൽ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കാം. ഒരു വചനം കൂടെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ഞാൻ എഴുതിക്കൊണ്ടൊന്ന് പ്രസംഗിക്കാൻ പറ്റിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ വേറെ ലെവലിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇതെല്ലാം ഓരോന്നും ഓരോ പ്രസംഗമാണെന്ന് എനിക്കറിയാം, ഓരോ വചനവും. പക്ഷേ ഇതെല്ലാം വീണ്ടും പോയി ധ്യാനിക്കണം. നമ്മളെല്ലാം ആടുകളാണ് അല്ലേ? ആട് ഭക്ഷണം കഴിച്ച ശേഷം അയവിറക്കും. അയവിറക്കിയില്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണിക്കേണ്ട തന്നെ. നമ്മൾ അയവിറക്കാറില്ല. കേട്ടത് ഇവിടെ തന്നെ ഇട്ടിട്ട് പോകും. കേട്ടത് അകത്ത് കയറ്റി ധ്യാനിക്കണം. കത്തും. അപ്പോൾ ധ്യാനത്തിങ്കൽ കത്തും. വായിക്കാം. 2 കൊരിന്ത്യർ 5:9, 10, 11. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുന്നതിൽ അഭിമാനമാണ്. ഇവിടെ അഹങ്കാരമൊന്നുമില്ല. ദൈവമക്കൾക്ക് ഒരു അഹങ്കാരവുമില്ല, അഭിമാനമാണ്. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. കൂടാരമായ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു നിത്യഭവനം സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ഈ ശരീരത്തിൽ വസിച്ചാലും എപ്പോഴുമില്ലാതെ ഈ ശരീരം വിടേണ്ടി വന്നാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത്, വിശ്വസിച്ചതല്ല, ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കും. ദൈവത്തെ ഭയപ്പെടണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദം വരുമാറ് നന്ദിയോടെ, ഭക്തിയോടെ, ഭയത്തോടെ ഈ ദൈവത്തെ സേവിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനകൾക്കും പ്രാപ്തിക്കും വിധേയപ്പെടാം. എല്ലാ മഹത്വവും കർത്താവിന്. സ്തോത്രം.